നമസ്കാരം, എല്ലാവർക്കും ഈക്വൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ കഴിഞ്ഞ പാർട്ടിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ആദ്യം ആ വീഡിയോ കണ്ടിട്ട് വരണം, അല്ലെങ്കിൽ ഇവിടെ പറയുന്നതൊന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ PSCയിൽ കുറച്ച് ട്രിക്കി ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഒരു ഡേറ്റ് തന്നിട്ട് അടുത്തൊരു ഡേറ്റ് ചോദിക്കുന്നൊരു ചോദ്യമാണ്. അങ്ങനെയൊന്നും PSCയിൽ ചോദിക്കാറില്ല. അങ്ങനെ ചോദിക്കുന്ന സമയങ്ങളിൽ ഒരു ഭൂരിഭാഗം പേരും തെറ്റിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ കിടക്കാം. ജനുവരി 12 വെള്ളിയാഴ്ചയാണെങ്കിൽ 2024 മാർച്ച് 13 ഏതാണ് ദിവസം? 2012 ജനുവരി 12 വെള്ളിയാഴ്ചയാണെങ്കിൽ 2024 മാർച്ച് 13 ഏതാണ് ദിവസം എന്നാണ് ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 2012 ജനുവരി 12 ഒരിക്കലും ആക്ച്വൽ ഡേറ്റ് ആയിരിക്കണമെന്നില്ല. ഈ പറയുന്ന യഥാർത്ഥ ദിവസം ആയിരിക്കണമെന്നില്ല. അത് PSC തരുന്നൊരു ദിവസമാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2012 ജനുവരി 12 വെള്ളിയാഴ്ചയാണ്, 2024 മാർച്ച് 13 ഈ ദിവസമാണെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മളിത് ആദ്യം ചെയ്യുന്നത് ഈ തന്നിരിക്കുന്ന ഫ്രൈഡേ ആണെന്നുള്ള കാര്യം നമ്മളങ്ങ് മറക്കുക. 2012 ജനുവരി 12 വെള്ളിയാഴ്ചയാണെന്നുള്ള കാര്യം നമ്മളങ്ങ് മറക്കുകയാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ആക്ച്വൽ ഈ പറയുന്ന 2012 ജനുവരി 12 ഏത് ദിവസമായിരുന്നെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഒറിജിനൽ ഫ്രൈഡേ തന്നെ ആയിരിക്കണമെന്നില്ല. നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ പഠിച്ച മെത്തേഡ് വെച്ച് 2012 ജനുവരി 12 ഏത് ദിവസമാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. 2012 ജനുവരി 12 ഏത് ദിവസമാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. അപ്പോൾ അതിന് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ സ്പ്ലിറ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. 2011 പ്ലസ് 2012 ജനുവരി 12 വരെയുള്ള ദിവസങ്ങൾ. അപ്പോൾ 2011 നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. വീണ്ടും 2000 പ്ലസ് 11 പ്ലസ് അതവിടെ നിൽക്കട്ടെ, നമുക്ക് പിന്നെ എടുക്കാം. 2012 ജനുവരി 12 അവിടെ നിൽക്കട്ടെ. ഇനി 2000 നമുക്കറിയാം 2000 എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്നാണ് നമ്മൾ മുഴുവനായി നോക്കാൻ പോകുന്നത്. 2000 എത്ര ഓഡ് ഡേയ്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആണ്. ഇതിന് 11 വർഷങ്ങളാണ് എടുക്കുന്നത്. 11 വർഷങ്ങളിൽ ഉറപ്പായിട്ടും 11 ഓഡ് ഡേയ്സ് ഉണ്ടാകും. ഇനി നമ്മൾ നോക്കുന്നത് ഈ 11 വർഷങ്ങളിൽ എത്ര അതിവർഷങ്ങൾ ഉണ്ടെന്നാണ്. 11 വർഷങ്ങളിൽ 2 അതിവർഷങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ 2 × 4 8ആണ്. എത്ര അതിവർഷങ്ങൾ ഉണ്ടെന്ന് നോക്കാൻ എത്ര 4ന്റെ മൾട്ടിപ്പിൾസ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പോൾ 11ൽ 2 4ന്റെ മൾട്ടിപ്പിൾസ് ആണുള്ളത്. അപ്പോൾ 2 അതിവർഷങ്ങൾ പ്ലസ് അതവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ 2012 എന്ന വർഷത്തിലേക്ക് മാത്രം പോകുകയാണ്. 2012 ഒറ്റ മാസത്തിൻ്റെ കാര്യമേ ഉള്ളൂ. ജനുവരി 12 എന്ന് പറയുന്ന ഒരു മാസം. ആ മാസത്തിലെ 12 ദിവസങ്ങളാണ്. നമ്മൾ 12 അതുപോലെ എഴുതുന്നു. അപ്പോൾ 11 ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്നാണ് നോക്കുന്നത്. 11 ദിവസങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഓഡ് ഡേയ്സ് 4 ആണ്. 2 ദിവസങ്ങൾ നമ്മൾ അതുപോലെ എഴുതുന്നു. ഇനി 12 ദിവസങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഓഡ് ഡേയ്സ് 5 ആണ്. അപ്പോൾ 5ഉം 4 9, 9ഉം 2ഉം 11. ഇനി 11 ദിവസങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഓഡ് ഡേയ്സ് 4 ആണ്. ഇനി 4 ഓഡ് ഡേയ്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ പറയുന്ന 2012 ജനുവരി 12 എന്ന് പറയുന്നത് ആക്ച്വലി വെള്ളിയാഴ്ചയല്ല, അത് വ്യാഴാഴ്ചയാണ്. അപ്പോൾ ഈ പറയുന്ന ദിവസം വ്യാഴമാണെന്ന് നമുക്ക് മനസ്സിലായി. നമ്മളതവിടെ എഴുതിയിടുന്നു. ഇതൊരു വ്യാഴാഴ്ചയാണ്. ഓക്കെ, അത് വ്യാഴാഴ്ചയാണ്. അത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേ മെത്തേഡിൽ 2024 മാർച്ച് 13 ഏത് ദിവസമാണെന്ന് കണ്ടുപിടിക്കും. 2024 മാർച്ച് 13 ഏത് ദിവസമാണ് നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും ചെയ്യാൻ പോവുകയാണ്. 2023 പ്ലസ് അവസാനത്തെ വർഷം, ഈ പറഞ്ഞിരിക്കുന്ന വർഷം നമ്മൾ സെപ്പറേറ്റ് എടുക്കുകയാണ്. 2024 മാർച്ച് വരെയുള്ള മാസം, മാർച്ച് വരെയുള്ള 13 ദിവസം, മാർച്ച് 13 വരെയുള്ള ദിവസങ്ങൾ. അപ്പോൾ 2020 വീണ്ടും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ്. 2000 പ്ലസ് 23 വീണ്ടും നമ്മൾ അതുപോലെ എഴുതുകയാണ്. 2024 മാർച്ച് വരെയുള്ള മാസങ്ങൾ, മാർച്ച് 13. ഇനി നോക്കി 2000 എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കും. നമ്മൾ നേരത്തെ അറിയാം 400ന്റെ മൾട്ടിപ്പിൾസ് എപ്പോൾ വന്നു കഴിഞ്ഞാലും നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് 0 ആണ്. 0 പ്ലസ് 23 വർഷങ്ങൾ ഉറപ്പായിട്ടും എല്ലാ വർഷങ്ങളിലും ഒരു ഓഡ് ഡേയ്സ് എന്തുപോലും ഉണ്ട്. അപ്പോൾ 21 വർഷങ്ങളിൽ 23 അതിവർഷങ്ങൾ, 23 അതിദിവസങ്ങൾ, വർഷങ്ങളല്ല 23 ഓഡ് ഡേയ്സ്. ഇനി 23 വർഷങ്ങളിൽ എത്ര ലീപ്പ് ഇയർ ഉണ്ടെന്ന്, അതിവർഷങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കും. അതിന് 4 കൊണ്ട് ഭാഗിച്ചാൽ മതിയാകും. 23ൽ 5 4ന്റെ മൾട്ടിപ്പിൾസ് ആണുള്ളത്. അപ്പോൾ 23 പ്ലസ് 5. ഇനി 2024 മാർച്ച് വരെയുള്ള മാസങ്ങൾ, അതായത് ജനുവരി മുഴുവനുണ്ട്, ഫെബ്രുവരി നോക്കിയേ, ഫെബ്രുവരി ഇവിടെ തെറ്റിക്കരുത്. കാരണം 2024 എന്നത് എന്താണ്, ലീപ്പ് ഇയർ ആണ്. അതുകൊണ്ട് ഫെബ്രുവരിക്ക് 29 ദിവസങ്ങളുണ്ട്. പ്ലസ് മാർച്ച് മുഴുവനില്ല, മാർച്ച് 13 വരെയുള്ള ദിവസങ്ങളാണ്. അത് അതുപോലെ എഴുതുന്നു. ഇനി 23 നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് 23ൽ എത്ര, 23 ദിവസങ്ങൾ പറഞ്ഞാൽ അതിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്ന് നോക്കും. അപ്പോൾ 3 7 21
1 ശിഷ്ടം 2 വരും. അപ്പോൾ 2 ഓഡ് ഡേയ്സ്. 5 നമ്മൾ അതുപോലെ എഴുതുന്നു. പ്ലസ് ജനുവരിയിൽ 31 ദിവസങ്ങളാണുള്ളത്. അപ്പോൾ ഓഡ് ഡേയ്സ് വരുന്നത് 3 ആണ്. ഫെബ്രുവരിയിൽ 29 ദിവസമുണ്ട്. അപ്പോൾ 28 പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 1 ആണ്. അപ്പോൾ ഒരു ഓഡ് ഡേയ്സ് ആണുള്ളത്. മാർച്ചിൽ 13 ദിവസങ്ങളാണ്. 13 നമ്മൾ അതുപോലെ എഴുതാമെന്ന് തൽക്കാലം വിചാരിക്കുന്നു. ഇനി നമ്മൾ ഈ 5ഉം 2ഉം 7 ഒരുമിച്ച് എപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. 5ഉം 2ഉം 7 ക്യാൻസലായി പോയി. ഇനി ഒരു 3 ഉണ്ട്. 3 പ്ലസ് 1 പ്ലസ് ഇനി 13 ദിവസങ്ങളിൽ എത്ര ദിവസങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ശിഷ്ടം വരുന്നത് 6 ആണ്. അപ്പോൾ 3 1 4 6 4 10 ദിവസങ്ങളാണ്. 10 ദിവസങ്ങളൊന്നും ഉത്തരവില്ല. 10 എന്ന് പറയുമ്പോൾ 7 ദിവസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ 3 ദിവസങ്ങളാണ്. അപ്പോൾ 3 എന്നാണ് ഉത്തരം. ഇനി 3 വരുന്നത് എത്രയാണെന്ന് നോക്കാം. 3 വരുന്നത് ബുധനാഴ്ചയാണ്. 3 വരുന്നത് ബുധനാഴ്ചയാണ്. ഇനി നോക്കി, ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം ഇത്രയേ ഉള്ളൂ. 2012 ജനുവരി 12 ബുധനാഴ്ചയാൽ വ്യാഴാഴ്ചയായാൽ 2024 മാർച്ച് 13 ബുധനാകും. അതായത് ഇത് വ്യാഴമാകുമ്പോൾ ഇത് ബുധനാകും. ഇത് വ്യാഴമാകുമ്പോൾ ഇത് ബുധനാകും. അങ്ങനെയെങ്കിൽ ഇത് വെള്ളിയാകുമ്പോൾ ഇത് വ്യാഴമാകും. ഇത് വ്യാഴമാകുമ്പോൾ ഇത് ബുധനാണ് ആകുന്നതെങ്കിൽ ഇത് വെള്ളിയാകുമ്പോൾ ഇത് വ്യാഴമാകും. അപ്പോൾ 2024 മാർച്ച് 13 എന്ന ദിവസം ഒരു വ്യാഴാഴ്ച ആയിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം കൂടി നമുക്ക് പരിശോധിക്കാം. ചോദ്യം ഇതാണ്: 2006 ഫെബ്രുവരി 8 ഒരു തിങ്കളാഴ്ച. 2006 ഫെബ്രുവരി 8 തിങ്കളാഴ്ചയാണെങ്കിൽ 2018 ജനുവരി 10 ഏതാണ് ദിവസം? 2006 ഫെബ്രുവരി 8 തിങ്കളാഴ്ചയാണെങ്കിൽ 2018 ജനുവരി 10 ഏതാണ് ദിവസം എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞതുപോലെ തന്നെയാണ്. നമ്മൾ ആദ്യം വർഷങ്ങൾ എടുക്കുന്നു. ഇത് നിങ്ങൾ എപ്പോഴും ഓർക്കണം, ഈ പറഞ്ഞത് ആക്ച്വൽ ഡേറ്റ് ആയിരിക്കണമെന്നില്ല. 2006 ഫെബ്രുവരി 8 മൺഡേ ആണെന്ന് ഒരു അസംഷൻ പോലെ നമ്മൾ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ 2018 ജനുവരി 10 എന്താണെന്നാണ് ചോദ്യം. ഇത് ഒരിക്കലും ആക്ച്വൽ ഡേറ്റ് ആയി വരണമെന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പ്ലിറ്റ് ചെയ്യാണ്. 2005 പ്ലസ് 2006 ആ വർഷം മാത്രമാണ്. 2006 ഫെബ്രുവരി 8 നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ 2005 നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. 2000 പ്ലസ് 5. ഇനി നമ്മൾ 2006 കടന്നു കഴിഞ്ഞാൽ 2006 ഫെബ്രുവരി ഉള്ള ദിവസങ്ങൾ, ഫെബ്രുവരി 8 വരെയുള്ള ദിവസങ്ങൾ നമുക്കറിയാം. ജനുവരി ഉണ്ട്, പ്ലസ് ഒരു ഫെബ്രുവരിയിൽ 8 ദിവസങ്ങൾ. ഇനി നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇത് മറന്നു പോകരുത്. 2000 എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. 5 വർഷങ്ങളുടെ കാര്യമാണ് പറയുന്നത്, മറന്നു പോകരുത്. 2000 എത്ര ഓഡ് ഡേയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 400 വർഷങ്ങളുടെ മൾട്ടിപ്പിൾസ് എപ്പോൾ വന്നു കഴിഞ്ഞാലും നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് 0 ആയിരിക്കും. 0 പ്ലസ് 5 വർഷങ്ങൾ അറിയാം. എല്ലാ വർഷങ്ങളിലും ഒരു ദിവസം എന്തായാലും ഉണ്ടായിരിക്കും. 5 വർഷങ്ങൾ ഉറപ്പായിട്ടും 5 ദിവസങ്ങൾ. ഇനി നമുക്കറിയാം 5 വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര അതിവർഷം ഉണ്ടാകും. 5 വർഷങ്ങളിൽ എത്ര നാലിൻ്റെ മൾട്ടിപ്പിൾസ് ഉണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഒരു അതിവർഷമാണുള്ളത്. അപ്പോൾ 1 പ്ലസ് ജനുവരിയിൽ 31 ദിവസങ്ങളാണ്. 31 ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ 4 7 28 ദിവസങ്ങൾ കഴിഞ്ഞാൽ 3 ദിവസമാണ് അത് ദിവസമായി വരുന്നത്. പ്ലസ് 3 പ്ലസ് ഫെബ്രുവരിയിൽ മുഴുവനില്ല, ഫെബ്രുവരി 8 വരെ ഉള്ളൂ. അപ്പോൾ 8 നമ്മൾ അതുപോലെ എഴുതുന്നു. അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ കൂട്ടി എഴുതുകയാണ്. 5 പ്ലസ് 6 6 3 9 9 8 17. 17 അല്ല ഉത്തരം 17 ഓഡ് ഡേയ്സ് ഒരിക്കലും വരില്ല. 17 ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ 7 കൊണ്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ ആൻസർ ആകും 27 14. അപ്പോൾ ശിഷ്ടം വരുന്നത് 3 ആണ്. അപ്പോൾ 3 ഓഡ് ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന 2006 ഫെബ്രുവരി 8 എന്നത് ഒരു ബുധനാഴ്ചയാണ്. ഒരു ബുധനാഴ്ച ആണ്. ഇത് ബുധനാഴ്ചയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 2018 ജനുവരി 10 ഏതാണ്, അതിന്റെ ആക്ച്വൽ ഡേറ്റ് ഏതാണെന്നാണ് നോക്കുന്നത്. ക്വസ്റ്റ്യനിലെ ഡേറ്റ് അല്ല, ആക്ച്വൽ ഡേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എഴുതുന്നു. 2018 സ്പ്ലിറ്റ് ചെയ്യുന്നു. 2017 പ്ലസ് 2018 ആ വർഷം മാത്രമാണ് പറയുന്നത്. 2018 ജനുവരി 10 വരെയുള്ള ദിവസങ്ങൾ പ്ലസ് 2017 നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 2000 പ്ലസ് 17. 2000 പ്ലസ് 17 പ്ലസ് 2018 ഒറ്റ മാസമേ ഉള്ളൂ, ജനുവരി മാസം. ജനുവരി മാസത്തിലും 10 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ജനുവരി 10 എന്ന് നമ്മൾ എഴുതുന്നു. ഇനി 2000 എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2000 വർഷങ്ങൾ എടുത്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് 0 ആണ്. പ്ലസ് 17 വർഷങ്ങൾ, 17 വർഷങ്ങളാണ്. 17 വർഷങ്ങൾ ഉറപ്പായിട്ടും 17 ഓഡ് ഡേയ്സ് ഉണ്ടാകും. പ്ലസ് 17 വർഷങ്ങളിൽ എത്ര ലീപ്പ് ഇയർ ഉണ്ടെന്ന് കൂടി നോക്കണം. എത്ര നാലിൻ്റെ ഗുണങ്ങൾ ഉണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പോൾ 17 4 16 4 നാലിൻ്റെ ഗുണങ്ങളാണുള്ളത്. 4 പ്ലസ് ഇതിൻ്റെ ശിഷ്ടം ഒന്നും എടുത്ത് ഇവിടെ എഴുതി കളയരുത്. അപ്പോൾ 17 എത്ര ലീപ്പ് ഇയർ ഉണ്ടെന്നാണ് നോക്കുന്നത്. 17 4 ലീപ്പ് ഇയർ ആണുള്ളത്, അത് എഴുതി കഴിഞ്ഞു. ഇനി ജനുവരിയിൽ 10 ദിവസങ്ങൾ, ആ 10 ദിവസങ്ങൾ എഴുതി. ഇതാണ് ഈ പറയുന്ന ഇത്രയും വർഷങ്ങളിലെ ഓഡ് ഡേയ്സിൻ്റെ എണ്ണം. 2000 0, 17 വർഷങ്ങളിൽ 17 4 21 ഓഡ് ഡേയ്സ്. ജനുവരി 10 ദിവസം അതുപോലെ എഴുതി. ഇനി 17 4 21
21 + 10. ഇനി 21 ദിവസങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ കൂട്ടി വേണം 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതാണ് എളുപ്പം. 17 4 21 ദിവസങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 21 ദിവസങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ 3 ആഴ്ചയാണ്. അപ്പോൾ നമ്പർ ഓഫ് 4 ഡേയ്സ് 0 ആണ്. ഇനി ഒരു 10 ദിവസമാണുള്ളത്. അപ്പോൾ 10 ദിവസം എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് 4 ഡേയ്സ് 3 ആണ്. = ഇത് ഒരു ബുധനാഴ്ചയാണ്. ഇതൊരു ബുധനാഴ്ചയാണ്. അപ്പൊ നോക്കിയേ, 2006 ഫെബ്രുവരി 8 നമ്മൾ ആക്ച്വലായി കണ്ടുപിടിച്ചപ്പോൾ, 2006 ഫെബ്രുവരി 8 നമ്മൾ ഒറിജിനലായി കണ്ടുപിടിച്ചപ്പോൾ മനസ്സിലായി അതൊരു ബുധനാഴ്ചയാണ്. അതുപോലെ തന്നെ 2018 ജനുവരി 10 ബുധനാഴ്ചയാണ്. ഇത് ബുധനാകുമ്പോൾ ഇത് ബുധനാകുന്നുണ്ടെങ്കിൽ ഇത് തിങ്കളാണെങ്കിൽ ഇത് ഉറപ്പായും തിങ്കൾ തന്നെയായിരിക്കും. അതായത് 2018 ജനുവരി 10 ഒരു തിങ്കളാഴ്ച ആയിരുന്നു. 2018 ജനുവരി 10 ഒരു തിങ്കളാഴ്ചയായിരുന്നു. കലണ്ടറുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ ചോദ്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് പാടാണ്, ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളവിടെ ചെയ്തിട്ടുള്ളത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ കലണ്ടർ റിപ്പീറ്റ് ചെയ്യുന്ന വർഷങ്ങൾ ഏതായിരിക്കും, അല്ലെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ചയാണെങ്കിൽ 50 ദിവസം കഴിഞ്ഞ് ഏതാണ്, ഇതുപോലെയുള്ള ചെറിയ ചെറിയ ചോദ്യങ്ങളാണ്. അത് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി അത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതിയാകും. ഇതുവരെയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.